2012 തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പോൾ എത്ര ആയിരം കോടി രൂപ ഇവിടെ വന്നിരിക്കുന്നു, ഈ CMRL വന്നിരിക്കുന്നു. ആ പണം എവിടെ പോയി? കറപ്ഷൻ്റെ ചാർജുകളൊന്നും ഇതുവരെ നമുക്ക് മുഖ്യമന്ത്രിയിലേക്ക്, പിണറായി വിജയനിലേക്ക് വന്നതായിട്ട് ഇതുവരെ ഒരു രേഖയുമില്ല. അപ്പോൾ എങ്ങനെയാണ് പണം വാങ്ങേണ്ടതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ചോദ്യം ചെയ്തിട്ടും വീണ വിജയനെ അറസ്റ്റ് ചെയ്തില്ല? കാരണം അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എവിഡൻസ് വരണ്ടേ. ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് EDക്ക് പറയാൻ പറ്റില്ല. കാരണം കക്ഷി ചേരാൻ പറ്റും, ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം, പക്ഷേ അത് പോലീസല്ലേ നിശ്ചയിക്കേണ്ടത്. കേസ് CBIക്കോ NIAക്കോ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പോയാൽ പിന്നെ ജാമ്യം അവിടെ നിൽക്കും തൽക്കാലം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ ED അന്വേഷണം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? വീണ വിജയനെ 2 പ്രാവശ്യം ചോദ്യം ചെയ്തു, ഇനിയും ചോദ്യം ചെയ്യുമെന്ന് കേൾക്കുന്നു. അന്വേഷണം പിതാവ് പിണറായി വിജയനിലേക്ക് എത്തുമോ? അതോ ഇതിനിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ട് എന്ന് ED കണ്ടെത്തുമോ? അതുമല്ല, ഇത് CBIയിലേക്ക് കൈമാറുമോ, NIAയിലേക്ക് പോകുമോ? ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം അക്യൂസ്ഡിന് ജാമ്യം ലഭിച്ചു. ഈ വിഷയത്തിൽ ഇനി ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ പിന്നാലെ ജാമ്യം ലഭിക്കുമോ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം EDയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. 2 ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അപ്പോൾ വീണ ഒന്നും അറിയില്ല എന്നുള്ള ഉത്തരമാണ് നൽകിയത് എന്നൊക്കെയാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ 2 ദിവസം തുടരുന്നു, ഇനിയും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. ഇത് ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കുമോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള നിർണായക തുമ്പ് കിട്ടിയത് കൊണ്ടാവുമോ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത്? ഇല്ല, ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഇതിനകത്ത് വീണയായിട്ട് ബന്ധപ്പെട്ട് 2,78,00,000 രൂപ വന്ന ഇതൊക്കെ അത് വന്നെന്ന് അഡ്മിറ്റഡ് ഫാക്റ്റാണ്. അതിന് ട്രാൻസാക്ഷനൊക്കെ ഉണ്ട്. ആ പണം എങ്ങോട്ട് പോയി എന്നുള്ളൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. അതോ എന്തിനു വേണ്ടിയാണ് അത് വന്നത് എന്നുള്ളത് അത് പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആണോ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഇപ്പോൾ എനിക്ക് ഒരാൾ 10 ലക്ഷം രൂപ എല്ലാ മാസവും തരിക, ഞാനത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ തരുന്നു, ഞാൻ വാങ്ങിക്കുന്നു, 2, 3, 4, 5 കോടി കിട്ടി, അതിനകത്ത് എന്താ ഒഫൻസ്? അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്ക് ദാനം കൊടുക്കുന്നതൊക്കെ ഒഫൻസ് വരണ്ടേ? അതൊരു ഒഫൻസ് അല്ലേ ഇന്ത്യയിൽ? ഒരാൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ക്രൈം ചെയ്താൽ ക്രൈം ചെയ്ത് ആ പണം വേറെ വല്ലത്തിനും വേണ്ടി രാജ്യത്തിനെതിരായിട്ട് അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. എനിക്ക് കിട്ടുന്ന പണം ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, ഇന്ത്യ മുഴുവൻ കറങ്ങുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഈ പൈസ ഉണ്ട്, അതിനകത്തൊരു ഒഫൻസ് ഇല്ല. അപ്പം വീണ വിജയന് 2,78,00,000 കൊടുത്തത്, അതേ ആ വീണ വിജയൻ്റെ പിതാവ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് എന്ന് കരുതി കൊടുത്തതാണെന്നൊക്കെ നമുക്ക് പറയാം, ലോജിക്കായിട്ട് പറയാനേ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് ലീഗലായിട്ട് ഒരു ഒഫൻസ് ഇല്ല ഞാൻ നോക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. രേഖാപരമായി ഒരു തെളിവ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഇല്ല. അതുകൊണ്ട് അവർ കൈപ്പറ്റി എന്നുള്ള കാര്യം എത്ര ചോദിച്ചാലും കൈപ്പറ്റി, അത് റെക്കോർഡ് പരമായിട്ട് 2,78 കിട്ടിയിട്ടുണ്ടല്ലോ. മറ്റൊരു കാര്യം, ആ പണം അവരാർക്കെങ്കിലും സംഭാവന ചെയ്തു. ഞാൻ അതിനകത്ത് വേറൊരു കാര്യം ആദ്യം മുതലേ പറയുന്നുണ്ട്. ഈ പണം പിണറായി വിജയൻ അത് വാങ്ങിച്ച് അവരെ അക്കൗണ്ടിൽ വന്നെങ്കിലല്ലേ പൂട്ടാൻ ഒക്കുള്ളൂ. അത് ക്യാഷായിട്ട് മാറിയാൽ എന്ത് ചെയ്യാൻ ഒക്കും? അവർ തന്നെ അതെടുത്തു. അതിനുശേഷം അവർ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. അപ്പോൾ അതിന് ഓഫൻസ് ഇല്ല. ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാം. അല്ല, അങ്ങനെ പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന് കണക്കുണ്ടെങ്കിൽ പണം എവിടെയെങ്കിലും പോയിട്ടുണ്ടല്ലോ, അത് ചിലപ്പോൾ അവർ ചിലവാക്കി തീരുമോ. 2,78,00,000 ആയതുകൊണ്ടൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചിലവായി പോവും. പണം ആവശ്യം ഉണ്ടല്ലോ അവർക്ക്. ആ ഫ്ലൈറ്റിൽ, ഇന്ത്യയിൽ അവിടെ ഇവിടെ എല്ലാം പോകുന്ന ഫ്ലൈറ്റിലല്ലേ. പിന്നെ ജീവിത ചെലവ്, കാറ്, മറ്റേതെല്ലാം നോക്കിക്കഴിയുമ്പം അത്രയും പൈസ ആയിട്ടുണ്ടാവും. പക്ഷേ ഈ പണം, കിട്ടിയ പണം അത് ഫോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ കുറ്റം, വിദേശ രാജ്യത്തേക്ക് കുറ്റമാണ്. അപ്പോൾ അത് കൺവേർഷനിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെങ്കിൽ ആണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിനനുസരിച്ചുള്ള അടുത്ത കുറ്റം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EDയിൽ നിന്ന് അന്വേഷണം മാറും. EDയുടെ പരിധിയിൽ വരത്തില്ല, അത് NIAക്ക് പോകും. NIAക്ക് അല്ലെങ്കിൽ CBIക്ക് പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ 2 ഏജൻസിക്ക് മാത്രമേ ഉള്ളൂ. വിദേശത്തേക്ക് പണം അയക്കുകയും തിരിച്ചു വരികയും അങ്ങനെ വരുന്നതെല്ലാം അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള അധികാരം ഈ NIAക്കും
CBIക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ. ഈ വന്ന പണം എന്ത് ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ആയിരിക്കണം ലോക്കറൊക്കെ പരിശോധിച്ചതല്ലേ? അതോ അത് ഒരു സ്വാഭാവിക നടപടിക്രമം ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. അത് ചിലപ്പം അതിനകത്ത് പണം ഇത്രയും പണം ഉണ്ടല്ലോ, വിഡ്രോ ചെയ്ത് ക്യാഷ് ആയിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാമല്ലോ. പക്ഷേ ഇത് വിഡ്രോ ചെയ്തിട്ട് ഒരു അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാതെ വിഡ്രോ ചെയ്ത് അവർ അത് കൈവശം വെക്കും മറ്റെന്തെങ്കിലും ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഒഫൻസ് കാണാനില്ല. അതേസമയത്ത് ചിലപ്പം അത് പിതാവ് ബുദ്ധിയുള്ളവരാണെങ്കിൽ, പിണറായി വിജയനെ പോലെയുള്ള ഒരാളാണെങ്കിൽ ജാവലിൻ കേസൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ വന്നിട്ടുണ്ടാവും, പക്ഷേ റെക്കോർഡിക്കലായിട്ട് ഇതുവരെ പണം വന്നതായിട്ടൊരു രേഖയില്ല. അപ്പോൾ ഈ പണവും ക്യാഷായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോയി എവിടെ പോയി എന്ത് ഉപയോഗിച്ചെന്ന് കണക്ക് പറയാമെന്നല്ലാതെ അതിന് രേഖയില്ലാത്തതുകൊണ്ട് അതിനകത്തൊരു ഒഫൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ചോദ്യം. അപ്പോൾ ഇനിയും വിളിക്കും. പക്ഷേ ഈ എല്ലാവരും വിചാരിച്ച് അറസ്റ്റ് ചെയ്യുന്നത്, ഞാൻ അന്നേരം പോലെ പറയുന്നുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഒക്കില്ല, അതിൻ്റെ അതൊരു ഒഫൻസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ. അതുകൊണ്ടാണ് അറസ്റ്റ് പിന്നെയും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 134 റെക്കോർഡുകൾ മറ്റേ FIC മറ്റേ കോടതി SFIO സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 22,000ഓളം ഡോക്യുമെൻ്റ് വരും. അത് ഇവരെ മാത്രം ബാധിക്കുന്നതല്ല, പലരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ സോർട്ട് ചെയ്ത് അത് മാത്രമല്ലേ ചോദിക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു ഒഫൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല വീണ വിജയൻ്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ. ആ പണം പോയത് പിണറായി വിജയനിലേക്കാണെന്ന് തെളിയിക്കാനുള്ള എവിഡൻസും വന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരൊക്കെ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ആ പണം ഒരിക്കലും ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല, ക്യാഷായിട്ട് വിഡ്രോ ചെയ്യും. ഈ ഒരു വിഷയത്തിൽ മറ്റൊരു സംശയമുള്ളത്, KSIDCക്ക് അത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ബോഡിയാണ്. KSIDCക്ക് ഈ CMRLൽ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിക്ഷേപമുണ്ട്, അതായത് ഷെയർ വാങ്ങിയിട്ടുണ്ട്. ഈ ഷെയർ ഇപ്പോൾ പിൻവലിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ ഷെയർ ഉള്ള സമയത്ത് സർക്കാരിന് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തം ഉണ്ടാകില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്. ഇല്ല, അതിനകത്ത് 7% കണ്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അത്ര ഷെയർ ഉണ്ട് KSIDCക്ക്. അപ്പോൾ KSIDCക്ക് സർക്കാരിന് ഇതൊരു ഇല്ലീഗലാണ് ഈ സ്ഥാപനമെങ്കിൽ, അങ്ങനെ ഒരുപോലും നമുക്ക് പറയാനൊക്കില്ല. ഈ CMRL ഒരു ഇല്ലീഗൽ സ്ഥാപനമാണ് അങ്ങനെയെങ്കിൽ, കാരണം ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. ആ പണത്തിനകത്ത് സർക്കാരിൻ്റെ KSIDC പോലുള്ള അവരും അതിനകത്തൊരു ഷെയർ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അത് 91 വാങ്ങിയതാണ് സാർ. 91 ആയാലും അന്നത്തെ ആൾക്കാർ അതിൻ്റെ റെസ്പോൺസിബിൾ അല്ലേ? ഓക്കെ. ആരാണ് ആ തീരുമാനം? ഏത് ഗവൺമെൻറ് ആയാലും ഏത് IAS കാരനായാലും അന്ന് തീരുമാനം എടുത്തതല്ലേ? ഓക്കെ. അങ്ങനെ പറ്റുമോ? ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ ഒരു സർക്കാരിന് പറ്റുമോ? പ്രത്യേകിച്ച് കരിമണൽ കണലും പോലെ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് അതൊരു നിയമവിരുദ്ധമായ ഷെയർ വാങ്ങിയിലാണ്. ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ പ്രൈമായിട്ടുള്ള ഫേസിലേക്ക് വരികയാണെങ്കിൽ, അതായത് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് വലിയ ഒരു വിവാദമായിരുന്നു. ഉടൻ തന്നെ വീണയെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വീണയിലൂടെ പിതാവിലേക്ക് ഇത് അന്വേഷണം എത്തും എന്നൊക്കെയാണ് വാർത്ത കണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് കക്കാനും നിൽക്കാനും അറിയാം എന്നുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ ഇത് തുടക്കം എന്തിനാണ് പിടിക്കുന്നത്? അത് നിയമവിരുദ്ധമായിട്ടുള്ള പൈസ അവർ വാങ്ങിച്ച് ഒരു കമ്പനി പ്രൈവറ്റ് ആയാലും ശരി, ആ കമ്പനി പൈസ കൊടുത്തതാണ്. അത് സർക്കാരിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കോ വരണം. ഓക്കെ. അവരുടെ പിതാവാണ് മുഖ്യമന്ത്രി. അതിലേക്ക് വന്നെങ്കിൽ മാത്രമല്ലേ ഒരു കറപ്ഷൻ്റെ ചാർജ് വരുള്ളൂ. അപ്പം കറപ്ഷൻ്റെ ചാർജുകളൊന്നും ഇതുവരെ നമുക്ക് മുഖ്യമന്ത്രിയിലേക്ക് പിണറായി വിജയനിലേക്ക് വന്നതായിട്ട് ഇതുവരെ ഒരു രേഖയുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. കാരണം അവരൊക്കെ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഒത്തിരി നടത്തിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ എങ്ങനെയാണ് പണം വാങ്ങേണ്ടതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു പണം ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ഒരു ഒഫൻസായി മാറുന്നത് എങ്ങനെ എന്ന് നമുക്കറിയാം, നിയമത്തിൽ അതുണ്ട്. ആ കുരുക്കിൽ പെടാതെ മാറി ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, തെളിവില്ലാതെയുള്ള ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? അതാണ് അതിൻ്റെ നിയമവശം. അത് തന്നെയല്ല, ഒരു 10-30ഓളം വിദേശ യാത്ര മുഖ്യമന്ത്രിയും മക്കളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 8 യാത്രയിലെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് പോയത്. ബാക്കിയുള്ള സർക്കാരിന് പൈസ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. ബാക്കിയുള്ള യാത്രയെല്ലാം മറ്റു പലരും സ്പോൺസർ ചെയ്തതാണ്. അതെ. അപ്പം അങ്ങനെ സ്പോൺസർ ചെയ്തതിനകത്ത് ഇന്ത്യൻ കറൻസിയോ അല്ലെങ്കിൽ വിദേശ കറൻസിയോ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത്
ഒരു ഒഫൻസായിട്ട് ചിലപ്പം കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതിവിടെ അറിയിക്കണം. ഇന്ത്യയിലെ ഏത് പൗരനായാലും ശരി, ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ വിദേശത്ത് നമുക്ക് വസ്തു വാങ്ങിച്ചാലും ശരി, അവിടെ ഒരു സ്ഥാപനം നടത്തിയാലും ശരി, അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങി പൈസ അതിൻ്റെ അകത്ത് ഇട്ടാലും ശരി, അത് ഇന്ത്യൻ പൗരൻ ഇവിടുത്തെ ഇൻകം ടാക്സുകാരെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ. ഓക്കെ. അപ്പോൾ അത് പലരും ചെയ്യാറില്ല. പക്ഷേ ഒരു ഇന്ത്യൻ സിറ്റിസന് ലോകത്തെ ഏത് രാജ്യത്ത് സ്വത്ത് വാങ്ങിച്ചാലും ശരി, അത് ഇവിടെ അറിയിക്കണം. അതിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ടാക്സ് ഇവിടെ കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. അത് പലരും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ NRI വരുമാനത്തിന് ടാക്സ് ഇല്ല എന്നാണല്ലോ. NRI വരുമാനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. നമ്മളിപ്പം ഫോറിനിൽ പോയി പല സ്ഥലത്തും ബിസിനസ്സും മറ്റൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്യണം. എനിക്ക് അവിടെ ജോലിയുണ്ട്, ജോലി ഞാൻ എത്ര കോടി രൂപ എനിക്ക് വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതിനകത്ത് ഇപ്പം ഫോറിനിലെ മണി അയാൾ അവിടെ ഒരു ഇൻഡസ്ട്രി നടത്തുമ്പം അതിലെ വിദേശത്തെ കറൻസി ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ അത് ഇന്ത്യക്ക് നേട്ടമാണ്. അതിന് എക്സംഷൻ ഉണ്ടാവും, ടാക്സ് ചിലപ്പം കൊടുക്കണ്ട. ഓക്കെ. അങ്ങനത്തെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിനകത്ത് വളരെ കിടപ്പുണ്ട്. അതെ. അപ്പോൾ ഇന്ത്യൻ ഇപ്പം നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ കാര്യം വന്നപ്പം എല്ലാവരും വിചാരിച്ചു, ഞാനും വിചാരിച്ചു അങ്ങനെയാണ്, ഫോറിൻ മണി ഇങ്ങോട്ട് വരികയല്ലേ, അത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റുമോ? പറ്റില്ല, ഗവൺമെൻറ് ഇന്ത്യക്കേ പറ്റുള്ളൂ. അതെ. പക്ഷേ കിഫ്ബിക്ക് പൈസ വന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഇന്ത്യൻ റുപ്പിയാണ് വന്നത്. ഓക്കെ. എത്ര കോടി രൂപ ആണെങ്കിലും ഇന്ത്യൻ റുപ്പി അവിടെ ഇംഗ്ലണ്ടിലും അവിടെ വ്യവസായത്തിനൊക്കെ പല ഇടപാടിലും കൈമാറ്റം ചെയ്യുന്ന എക്സ്ചേഞ്ച് ഇന്ത്യൻ റുപ്പിയാണ്. അത് കോടിക്കണക്കിന് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ 2000-ൻ്റെ നോട്ട് പലർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴും അത് നമുക്ക് ഇവിടുത്തെ റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങാം, റെമിറ്റ് ചെയ്യാം, അതിൻ്റെ പൈസ തരുകയും ചെയ്യും. അത് പ്രോഹിബിറ്റഡ് അല്ല. 2000-ൻ്റെ നോട്ട് കംപ്ലീറ്റ് വിഡ്രോ ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇനി ഏതാണ്ട് 55,000 കോടി രൂപയോളം 2000-ൻ്റെ നോട്ട് വന്നു ചേരാനുണ്ട് റിസർവ് ബാങ്കിൽ. 95% കണ്ടേ വന്നിട്ടുള്ളൂ വിഡ്രോ ചെയ്തപ്പോൾ. അപ്പോൾ ആ അത്രയും 55,000 കോടിയുടെ അടുത്തുള്ള 2000-ൻ്റെ നോട്ട് നമുക്ക് റിസർവ് ബാങ്കിൽ പോയാൽ നമുക്ക് മാറ്റിത്തരും ഇപ്പോഴും. അത് എൻ്റെ ഗവൺമെൻറ്. വിദേശത്ത് ആണെങ്കിൽ കൃത്യമായിട്ട് മാറ്റിത്തരും. അങ്ങനെ ഇവിടുത്തെ പല ബിസിനസ് ട്രാൻസാക്ഷനും ഫോറിൻ മണി ഇല്ലാത്തവർ പലരും ഇന്ത്യൻ റുപ്പിയിൽ വിദേശത്ത് എന്ന് പറഞ്ഞാൽ UAE-യിലും ഗൾഫ് കൺട്രിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന പൈസ 2000-ൻ്റെ നോട്ടാണ്. ഓക്കെ. അത് കോടിക്കണക്കിന് അവിടെ കിടപ്പുണ്ട്. ആ പൈസയാണ് കിഫ്ബിക്ക് വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു ഓഫൻസ് അല്ല, ഫോറിൻ എക്സ്ചേഞ്ചിൽ വരത്തില്ല, ഇന്ത്യൻ റുപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആ തരത്തിൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ മാറ്റാം, ഇപ്പോഴും മാറ്റാം. പലർക്കും അറിഞ്ഞുകൂടാ. ഈയിടെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഇവിടെ റിസർവ് ബാങ്കിൽ നമ്മുടെ ഇവിടെ പാളയത്ത് റിസർവ് ബാങ്കിൻ്റെ അതിൻ്റെ സോഴ്സ് കാണിക്കണം. സോഴ്സ് 2000-ൻ്റെ എൻ്റെ വീട്ടിലിരുന്നു. ചെറിയ എമൗണ്ടൊക്കെ, ഒരു നോട്ടാണെങ്കിൽ പ്രശ്നമില്ല. ഒരു 2 കോടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ 2 കൊടുക്കാൻ സോഴ്സ് പറഞ്ഞാൽ മതി. ഇല്ലേ, ഞാൻ സേവ് ചെയ്ത് വെച്ചെന്ന് സ്ഥാപിച്ചാലും മതിയല്ലോ. പക്ഷേ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വെളിയിൽ ഇറക്കിയില്ല, ഇപ്പം കൊടുക്കാം. അതുകൊണ്ട് അത് നമുക്ക് മാറിത്തരും. അപ്പോൾ നിയമവിരുദ്ധമല്ല അത്. അപ്പോൾ ഈ പറയുന്ന മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നതെല്ലാം ഈ കത്തി നിന്ന വാർത്തയൊക്കെ വെറുതെയാണ് എന്നാണ് ഈ ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ചോദ്യം ചെയ്തിട്ടും വീണ വിജയനെ അറസ്റ്റ് ചെയ്തില്ല? കാരണം അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എവിഡൻസ് വരണ്ടേ? വേണം. അവരത്രയും പൈസ വാങ്ങിച്ചു, ശരിയാണ്. ആ പൈസ എങ്ങോട്ട് പോയെന്നുള്ളൊരു പ്രസക്തമായ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയാൽ അത് ഓഫൻസാണ്. അത് NIA അന്വേഷിക്കാം. അത് ഓഫൻസാണ്. ഇവിടെ തന്നെ അത് ചിലവാക്കിയെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കും? ഓക്കെ, മനസ്സിലായി. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ 2019 മുതൽ 2023 വരെ ഈ കമ്പനി 1600-ഓളം കോടിയുടെ ഖനനം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെയാണ്, ഖനന അനുമതി നിഷേധിച്ചിരുന്ന സമയത്താണ് ഇല്ലീഗലായിട്ടാണ് ഖനനം നടന്നത് എന്ന് കേൾക്കുന്നു. ആ ഖനനം ഇല്ലീഗലാണ് എന്ന് തെളിയിക്കുകയും ആ ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ കണ്ടെത്തുകയും ചെയ്താൽ അവിടെ ഒരു നടപടിക്ക് സാധ്യതയില്ലേ? നല്ല സാധ്യതയുണ്ട്. കാരണം 1600 കോടി രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത്. 2019-24 വർഷം കൊണ്ട്. അപ്പം 2012 തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പോൾ എത്രായിരം കോടി രൂപ ഇവിടെ വന്നിരിക്കുന്നു, ഈ CMRL വന്നിരിക്കുന്നു. ആ പണം എവിടെ പോയി? കറക്റ്റ്. അത് വളരെ ഒരു ചോദ്യചിഹ്നം. അത് നമ്മുടെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ടുള്ള ആരെങ്കിലും ഏജൻസികളുടെ കയ്യിൽ പോയെന്ന് അന്വേഷിക്കണ്ടേ? അത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ പണം ഇയാൾ എന്ത് ചെയ്തു? അയാൾ അതുകൊണ്ട് വാരിക്കോരി കാണുന്ന രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും പോയി വാരിക്കോരി കൊടുത്തു. എന്നാലും തീരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ഈ 2019 മുതൽ 24 വർഷം കൊണ്ട് 1600 കോടി വന്നു. അതെ.
അന്നേരം വരുമാനം എത്രയാണ്? അപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന പണം എവിടെ പോയി? അതിനകത്ത് അയാൾ എത്രമാത്രം പ്രോപ്പർട്ടി വാങ്ങിച്ച് കൂട്ടിയാലും ശരി, അതിനകത്ത് രാജ്യവിരുദ്ധരായ ആൾക്കാരുടെ കയ്യിൽ ആ പണം പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അത് നോക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഇപ്പോൾ ഈ അമെൻഡ്മെൻറ്റും ഈ ഇതെല്ലാം 2011 അതിപ്പോൾ 2026 ആ ഫോറിൻ എക്സ്ചേഞ്ചിന് ചില അമെൻഡ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള പണം വിദേശത്ത് നമ്മൾ വിചാരിക്കും ഇപ്പം ക്രിസ്ത്യൻ സഭയ്ക്കും ഓരോരോ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ ഫോറിൻ പണം വരുന്നുണ്ട്. ആ പണത്തിന് റെസ്ട്രിക്ഷൻ ആയി കഴിഞ്ഞു. ഓക്കെ. കാരണം ആ പണം രാജ്യവിരുദ്ധമായ കാര്യത്തിന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ടാണ് റോയി സ്വയം വെടിയേറ്റെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പോകുന്ന പോക്ക് കണ്ടില്ലേ? കറക്റ്റ്. നമ്മളെ ചിന്തിക്കണം അത്. അപ്പോൾ ഈ പറയുന്ന പിണറായി വിജയനും മകൾ വീണ ടിയും ഒക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് മാത്രമാണ് അല്ലേ? സംശയത്തിൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ CMRL എന്നുള്ള സ്ഥാപനം ഇതുവരെ പ്രവർത്തിച്ചത് എങ്ങനെ? അവർക്കുണ്ടായിട്ടുള്ള വരുമാനം എവിടെയൊക്കെ പോയി, ആരിലേക്കൊക്കെ തന്നെ പോയി, അത് ദേശവിരുദ്ധരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടുകെട്ടേണ്ടി വരും. അതിലേക്കാണ് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു വ്യക്തികൾ രാജ്യത്തിൻ്റെ പൊതു സ്വത്ത്, കേരളത്തിൻ്റെ സ്വത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഖജനാവി വരേണ്ട പൈസയാണത് ഇല്ലേ? നമ്മുടെ തീരത്തുള്ള മണൽ വിറ്റാണ് ഇത്ര ഒരു ലോകം മുഴുവൻ അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 4 വർഷം വിറ്റാണ് 1600 കോടി എന്ന് പറയുന്നത്. ഇതിനകത്ത് അക്കൗണ്ട് ചെയ്യാത്ത എന്ത് മാത്രം ഉണ്ടാവും? അത് നമ്മുടെ നാഷണലായിട്ടുള്ള സ്വത്താണ്. അതൊരു പ്രൈവറ്റ് ആൾക്കാരും കുറച്ച് രാഷ്ട്രീയക്കാരോട് വീതിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ലേ? കറക്റ്റ്. അത് തിരിച്ചു പിടിക്കണം. ഇയാളുടെ മുഴുവൻ സ്വത്തുക്കളും തിരിച്ചു പിടിക്കണം. കാരണം നമ്മുടെ മണൽ വിറ്റ് ഇവിടുത്തെ പാവങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അവർക്ക് ലഭിക്കേണ്ട പണം യവന്മാർ കുറേ ആൾക്കാർ അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് അത് മുഴുവൻ തട്ടിച്ചെടുത്തുകൊണ്ട് പോയെങ്കിൽ അത് മുഴുവൻ തിരിച്ചു പിടിക്കണം. ഓക്കെ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ സജീവമായിരിക്കും പലപ്പോഴും പല സംവിധാനങ്ങളിലും, പല സംസ്ഥാനത്തും അതുണ്ടാകാം. അവരൊക്കെ തന്നെ വലിയ വരുമാനം വരുമ്പോൾ നക്കാപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സ്വത്ത് കാവലിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത്, കീ പോസ്റ്റിലിരിക്കുന്നവർക്ക് കൊടുത്ത് അവരെ മയക്കി നിർത്തി അവർ മറ്റെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു ധാരണ ഇതിൻ്റെ അവസാനം EDയുടെ അന്വേഷണത്തിൻ്റെ അവസാനം ഈ CMRLൻ്റെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടും എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ മറ്റൊരു വിഷയം, ഇതിൻ്റെ വേറൊരു വശമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ED ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ വീട്ടിൽ എത്തി പരിശോധന നടത്താനെത്തി. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേയേറെ പേർ ഒരു അതിവൈകാരികമായ പ്രകടനങ്ങളൊക്കെ നടത്തി, ആക്രമിക്കുകയും വാഹനം നശിപ്പിക്കുകയും ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നടപടി വലിയ രീതിയിൽ വിവാദമായിട്ടും ഉണ്ട്. 9ാം പ്രതിക്ക് ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ ചിലർ പറയുന്നത് എല്ലാവർക്കും ജാമ്യം കിട്ടും എന്നാണ് പറയുന്നത്. അതോ ED നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഒരു വിഷയത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് തടയാൻ സാധിക്കുമോ? കാരണം NIA പോലൊരു ED പോലൊരു ദേശീയ ഏജൻസിയെ അങ്ങനെയാണെങ്കിൽ ആർക്കും ഹാൻഡിൽ ചെയ്യാമല്ലോ, വന്നു കഴിഞ്ഞാൽ വടിയെടുത്ത് ഓടിക്കാമല്ലോ. ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ 9ാം പ്രതിയുടെ കാര്യത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ആ ഒരു വാക്ക് പറഞ്ഞത്. കാരണം പോലീസ് ജാമ്യത്തെ എതിർത്തിരുന്നു. പോലീസ് ജാമ്യത്തിൽ അവർ പറഞ്ഞത് കസ്റ്റഡി കൊടുത്തു, ഇനി കസ്റ്റഡി ആവശ്യമില്ല, പിന്നെ എന്തിനാ അയാളെ ജയിലിൽ ഇടുന്നത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് കോടതി ജാമ്യം കൊടുത്തത്. 9ാം പ്രതിക്ക് ജാമ്യം കിട്ടി. അപ്പോൾ അതിനകത്താണ്ട് 25ഓളം പ്രതികളുണ്ട്. ഇനിയിപ്പം 13ാം പ്രതിക്ക് ഇപ്പം ജാമ്യത്തിന് മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരാൾക്ക് കൊടുത്തെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൊടുക്കാൻ ആ കോടതി ബാധ്യസ്ഥരാണ്. അത് തന്നെയല്ല, ഇതിനകത്ത് ഈ 9ാം പ്രതിയുടെ റോൾ എന്താണെന്ന് നോക്കണം. മേജർ റോളാണെങ്കിൽ എല്ലാവർക്കും ജാമ്യം കിട്ടും. ഇനി മൈനർ റോളാണെങ്കിൽ മേജർ റോളുകാർക്ക് കൊടുക്കാൻ ഒക്കില്ല എന്നൊരു വാദഗതി നമുക്ക് കോടതിയിൽ റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് ED കക്ഷി ചേർന്നാലും ഒന്നും അതിനകത്ത് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ കക്ഷി ചേർന്നിട്ട് മേജറായിട്ട് അവരെ ഉപദ്രവിച്ചവരും ഇഷ്ടി വെച്ച് അവിടെ കാർ അടിച്ച് തകർത്തവരും അങ്ങനെയുള്ള മേജർ ഒഫൻസ് ചെയ്തവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലോ ഈ കോടതിയിലോ അവർക്ക് മൂവ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കീഴ്ക്കോടതി ജാമ്യം കൊടുത്തത് മേൽക്കോടതിക്ക് റദ്ദാക്കാനുള്ള കൊടുക്കാൻ സാധ്യതയില്ല. റദ്ദാക്കാനുള്ള സാധ്യത വളരെ കുറവ്. നമുക്കറിയാമല്ലോ, ശബരിമല കേസിനകത്ത് 90 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ജാമ്യം എടുത്ത് പോയില്ലേ? ശബരിമല കേസിനകത്ത് അങ്ങനെ ഇല്ലീഗലായിട്ട് ആരെയും ഡീറ്റെയിൻ ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ജാമ്യത്തിൽ പോയി. ഇവിടെ ഇപ്പോൾ 9ാം പ്രതി കൊടുത്തുകൊണ്ട് മറ്റു പ്രതികൾക്ക് പന്തി പക്ഷഭേദം കോടതിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞ് അന്ന് പലരും പറഞ്ഞത് ഇപ്പോൾ ഇവർ തീഹാർ ജയിലിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് സാധ്യത ഇപ്പോഴും ഉണ്ട്.
ഈ കേസ് അതിനകത്ത് നോക്കണം, EDയെ ആക്രമിച്ച കേസിനകത്ത് NIA CBI വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പം പിക്ചർ മാറും. NIA CBI ഈ ഈ അന്വേഷണം കേസിനകത്ത് ഏറ്റെടുത്ത് വന്നാൽ കഴിഞ്ഞാൽ അപ്പോൾ അതിനു വേണ്ടി വേണമെങ്കിൽ EDക്ക് ശ്രമിക്കാം. അതിന് ശ്രമിക്കാം. അല്ലാതെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് EDക്ക് പറയാൻ പറ്റില്ല. കാരണം കക്ഷി ചേരാൻ പറ്റും, ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. പക്ഷേ അത് പോലീസല്ലേ നിശ്ചയിക്കേണ്ടത്. പോലീസും കോടതിയും മാത്രമേ അതിൻ്റെ അകത്ത് കക്ഷികളായിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു ഇതിനകത്ത് കക്ഷി ചേരാമെങ്കിലും ആ വാദഗതി ഒന്നും കോടതി അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സർക്കാരിന് മണ്ടത്തരം പറ്റി. ഇതിനകത്ത് എന്നാണെന്നറിയോ, ഹൈക്കോടതിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 10-60 പേര് ഹൈക്കോടതിയിൽ ഓരോ ഗവൺമെൻറ് മാറുമ്പോഴും അതാത് ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ ലീഗൽ അഡ്വൈസറും എല്ലാം അഡ്വക്കേറ്റ് ജനറൽ എല്ലാം മാറുന്ന കാണില്ല. അപ്പോൾ അവിടുത്തെ ഓരോ ബെഞ്ചിലും അവിടെ ഗവൺമെൻറ് പ്ലീഡർമാരും മാറും. അവരൊക്കെ രാഷ്ട്രീയപരമായ പോസ്റ്റിങ്ങാണ്. ജില്ലാ ലെവലിലുള്ള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോടതികളിലൊക്കെ ഇതുപോലെ ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട്. അപ്പോൾ അവർ ഈ രാഷ്ട്രീയം മാറുന്നതനുസരിച്ച് അവരെ മാറ്റിയില്ല. അതായിരുന്നു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളെ താല്പര്യമുള്ള അഡ്വക്കേറ്റന്മാരെ നേരത്തെ പോസ്റ്റ് ചെയ്യണമായിരുന്നു. അല്ലാത്തവരവിടെ പകരം ആൾ വരുന്നിടം വരെ അവിടെ ഇരിക്കും. ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തും. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ രാഷ്ട്രീയവും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ അവരെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. അവരെന്ത് ചെയ്യാൻ ഒക്കും? അവർ ആ സ്ഥാനത്തിരിക്കുന്നതാണ്. അവർ കോടതി പറഞ്ഞതേ ഉള്ളൂ. ജാമ്യം കൊടുത്ത അവരല്ലല്ലോ, അത് കോടതിയല്ലേ കൊടുത്തത്. അതെ, കോടതിയാണ് കൊടുത്തത്. അത് കോടതിയാണ് കൊടുത്തത്. പക്ഷേ അതിന് സഹായകരമായ രീതിയിൽ അതൊരു സ്ട്രോങ് ഒബ്ജക്ഷൻ കൊടുക്കാൻ പാടില്ല എന്നൊരു വാക്ക് ഇവർ പറഞ്ഞില്ല. ഓക്കെ, ആ കേസിൻ്റെ സിറ്റുവേഷനും ഇതുവരെ നടന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവർ ചേർത്തിരിക്കുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ ഇനി ആവശ്യമില്ല. അത് പറഞ്ഞപ്പോഴാണ് കോടതി ജാമ്യം കൊടുത്തത്. പക്ഷേ പോലീസ് അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ് കേൾക്കുന്നത്. അത് ശരിയായിരിക്കും. പക്ഷേ അത് അവരുടെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർ SFIയുടെ DYFIയുടെ ലീഡർ എങ്ങാണ്ടായിരുന്നല്ലോ. അവരൊരു വക്കീലായി കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ് അവരെ ഇവിടെ ജില്ലാ ലീഡറായിട്ട് അവരെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ സ്ഥലത്ത് വന്നപ്പോൾ അവർ സഹായിക്കും. അതൊരു വല്ലാത്ത ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ കേസിൽ. കാരണം അവരെല്ലാവരും ജാമ്യത്തിന് ഇനി പോവും. 11-ാം പ്രതിക്ക് ജാമ്യം കൂടെ കൊടുക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത. അതിനിപ്പുറം ഈ കേസ് CBIക്കോ NIAക്കോ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പോയാൽ പിന്നെ ജാമ്യം അവിടെ നിൽക്കും തൽക്കാലം. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള മേൽ നടപടികൾക്ക് ഇനി സാധ്യതയുണ്ടെങ്കിൽ അത് CBI അന്വേഷണത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. കാരണം CBI അന്വേഷണം ഇതുപോലെ ബംഗാളിലെ മമതാ ബാനർജി അവിടെ ഇതുപോലെ സംഭവം ഉണ്ടായല്ലോ, ഇവിടെ ആക്രമിച്ച അവർക്കാർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അവർ ജയിലിൽ കിടക്കുക CBI വന്നതുകൊണ്ട്. അപ്പോൾ കാരണം എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ജാമ്യം എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റായ സന്ദേശം കൊടുക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ED വന്നത് കോടതി അനുമതിയോടുകൂടിയാണ്. അങ്ങനെ ED ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ അവരെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആക്രമിക്കുക, അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഒന്നായിരിക്കും. ഇനി മറ്റൊരു സംസ്ഥാനത്ത് EDക്ക് നെഞ്ചുയർത്തി അല്ലെങ്കിൽ തല ഉയർത്തി നെഞ്ചു വിരിച്ച് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സംഭവം കൂടിയില്ലേ ഇതിന് പിന്നിൽ? തീർച്ചയായിട്ടും. അതിനിപ്പം കോടതിക്ക് അതിൻ്റെ അകത്ത് നിയമപരമായ കാര്യമില്ല ചെയ്യാൻ ഒക്കുള്ളൂ. പോളിസി പരമായിട്ട് ഗവൺമെൻറ്റിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറി സഞ്ചരിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ED ഒരു നാഷണൽ ഏജൻസിയാണ്. ആ ഏജൻസി നിയമപരമായി പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് സംസ്ഥാന പോലീസും എല്ലാവരും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അവരെ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊരു കോടതിയും അംഗീകരിക്കത്തില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ കേസ് നാഷണൽ ലെവലിലെ ഏജൻസിക്ക് പോയി കഴിയുമ്പം വ്യത്യാസമായ രീതിയിൽ കാര്യങ്ങൾ പോകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ജാമ്യം കിട്ടാതെ കിടക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ കേസിൽ നമ്മൾ ഇതുവരെയൊക്കെ തന്നെ വലിയ വിവാദമായി നമുക്ക് മുന്നിലേക്ക് എത്തിയ ചർച്ചകൾ, വിവാദങ്ങൾ, തീപ്പൊരി വാദപ്രതിവാദങ്ങൾ ഒക്കെ തന്നെ പോകുന്നത് പിണറായിയിലേക്കും മകളിലേക്കുമാണ് എങ്കിൽ തന്നെയും യഥാർത്ഥ കള്ളൻ CMRലിന് നേതൃത്വം നൽകുന്നവരാണ്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് ജോർജ് ജോസഫ് സാർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ വീണ ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. പിണറായിയിലേക്ക് എത്തുവാനുള്ള പഴുതുകളൊക്കെ തന്നെ അടച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ വെടിക്കെട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ കേസ് മാറുമോ എന്നറിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തൊക്കെ
നടപടികളിലേക്ക് ഇത് പോയിട്ടുണ്ടോ, ഇതിൻ്റെ പണം പോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ED അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ CBI വരേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നവർക്ക് ജാമ്യം കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ തിഹാർ ജയിലിലേക്ക് പോകണം എന്നുണ്ട് എന്നുള്ളതാണ് ഈ കേസിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ. എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. വീണയും പിണറായി വിജയനും വിദേശത്ത് നടത്തിയ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിലും CBI വരേണ്ടിയിരിക്കുന്നു. അതാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ നിലവിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.